കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴത്തെ നേതൃത്വം എടുത്ത ഒരു നിലപാട് ആരായിരിക്കാം PCC നയിക്കാൻ നല്ലത് എന്ന മട്ടിൽ ഉണ്ടായ ഒരു സമവായം. അതിനെ തകർക്കാൻ രംഗത്തിറങ്ങിയത് ആരാ? കോൺഗ്രസിലെ തന്നെ വളരെ പ്രമുഖരായ നേതാക്കളാണ്. ഇവരെ കൊണ്ടൊന്നും ഇപ്പൊ പാർട്ടിക്ക് ഒരു പ്രയോജനം 5 പൈസയുടെ 4 കാശിന്റെ പ്രയോജനം ഇല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അഭിപ്രായം വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ചിലരെ മാറ്റണ്ട, ചിലരെ മാറ്റണം, ചിലര് വന്നാൽ കൊള്ളാം, ചിലർ ഒരു കാരണവശാലും വരാൻ പാടില്ല, അങ്ങനെയൊക്കെയുള്ള ചില അഭിപ്രായങ്ങൾ വന്നു. പിന്നെ സോഷ്യൽ മീഡിയയിൽ ആ തീരുമാനത്തിനെതിരായിട്ട് വലിയ ശബ്ദകോലാഹലങ്ങളായിരുന്നു. അതിനുവേണ്ട ഇന്ധനം പകർന്നു കൊടുത്തത് കോൺഗ്രസ് നേതാക്കന്മാർ തന്നെയാണ്. നമുക്കറിയാവുന്ന കാര്യമാണ്. അതൊക്കെ പിന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് ഡൽഹിക്ക് അയക്കുക മുതലായ ഒത്തിരി കലാപരിപാടികൾ ഇതിനിടയിൽ നടന്നു. അതുപോലെ തന്നെ എന്നും കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ എങ്ങനെ കോൺഗ്രസിനെ തകർക്കാം പൊളിക്കാം എന്ന കാര്യത്തിൽ ഗ്രഹപാഠം ചെയ്യുകയും അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്ത ചില സമുദായ പ്രമാണിമാര് അവരങ്ങിറങ്ങി PCC പ്രസിഡന്റ് ആരായിരിക്കണം എന്ന് തീരുമാനിക്കാൻ. അവർക്കും കിട്ടി വലിയ സ്വാധീനം. അവരുടെ അഭിപ്രായത്തിനും നിലപാടിനും വലിയൊരു പ്രാധാന്യം ലഭിച്ചു എന്ന് വേണം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള, ഇന്നലെ ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഈ തീരുമാനത്തിൽ നിന്ന് അല്ലെങ്കിൽ പ്രഖ്യാപനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ.